കേരളത്തിനെതിരെ ഒരു ഗൂഢശക്തിയായി പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് സംഘപരിവാർ നടത്തുന്ന ഇടപെടലുകൾ. അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് അധികാരമില്ലാഞ്ഞിട്ടും ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് വരുത്തി അതിന്മേൽ സർവകലാശാല നിയമങ്ങൾക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് ചൊൽപ്പടിയിൽ കിട്ടുന്നില്ല എന്ന ദുഷ്ടലാക്കിൽ നിന്ന് സംഘപരിവാറിൻ്റെ ഒരു തെറ്റായ നടപടി ഏറ്റവും അവസാനം ഇവിടെ കേരള സർവകലാശാലയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോടതി അതിൽ ശരിവെക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ ആ നിലയിൽ അംഗീകരിക്കപ്പെടുകയും രജിസ്ട്രാറായി അനിൽകുമാർ സാർ തുടരുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശരിയായ കാരണം ഇല്ലാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ആദ്യഘട്ടത്തിൽ തന്നെ SFI വിമർശിച്ചിരുന്നു. ശക്തമായ സമരവുമായി SFI വന്നിരുന്നു. തുടർന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർവകലാശാലകളിൽ ഈ RSS റെജിം നിയന്ത്രിക്കുന്ന രാജ്ഭവനിൽ തുടരുന്ന ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഈ VC-മാരിൽ പ്രത്യേകിച്ച് കേരളയിലെ VC, അതോടൊപ്പം KTU VC, കാലിക്കറ്റ് VC, കണ്ണൂർ VC ഉൾപ്പെടെയുള്ളവർ, അവർക്കെതിരെ ശക്തമായുള്ള സമരം SFI ആരംഭിക്കുകയാണ്. നാളെ കേരളത്തിലെ 4 സർവകലാശാലകളിലേക്ക് SFI ശക്തമായ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ മാർച്ചിൽ വലിയ പങ്കാളിത്തമുണ്ടാകും, വലിയ വിദ്യാർത്ഥി പ്രതിഷേധം ഇരമ്പിയാർക്കും. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് കേരള സർവകലാശാലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ആവശ്യം കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള സർവകലാശാലയുള്ള കേരള സർവകലാശാലയുടെ VC സ്വയം രാജിവെച്ച് പിന്മാറുക. കേരള സർവകലാശാലയിലെ VC ഇന്നിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാർ അജണ്ട, ആ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർവകലാശാല വിരുദ്ധ നിലപാടുകൾ കണ്ടുകൊണ്ട് സ്വയം രാജിവെച്ച് പിന്മാറുക. അത് ഉയർത്തിപ്പിടിച്ചായിരിക്കും SFI മാർച്ച് ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും, ഞങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ആവശ്യം വെച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഇതാണ്: കേരള VC രാജിവെക്കുക, കാലിക്കറ്റ് VC രാജിവെക്കുക. കാലിക്കറ്റ് VC-യുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം നിങ്ങളുടെ മുന്നിലായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മാർക്ക് ദാനമാണ്. വിക്ടോറിയ കോളേജിലെ KSU നേതാവിന് മാർക്ക് ദാനം നൽകിയിരിക്കുകയാണ് കാലിക്കറ്റ് VC. അപ്പോൾ കാലിക്കറ്റ് VC-യും തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല. ഈ സർവകലാശാലകളിലൊക്കെ നാളെ കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള സർവകലാശാലകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഇപ്പോൾ ഗവർണർ ഉയർത്തിപ്പിടിക്കുന്ന ഇതൊക്കെ ഗവർണറുടെ ഒത്താശയോട് കൂടിയാണ്. ഗവർണർ എന്ന ഒറ്റ പേരിൻ്റെ ധൈര്യത്തിലാണ് ഇവരൊക്കെയും ഇത്തരത്തിലുള്ള നടപടികൾ, സർക്കാർ വിരുദ്ധമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതും സർവകലാശാല വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളുമായി പോകുന്നത്. അത് തുടരാൻ അനുവദിക്കാൻ കഴിയില്ല. അത് യഥാർത്ഥത്തിൽ RSSന്റെ അജണ്ട എന്ന് പറയുന്നത് കേരളത്തെ ഒരു ഘട്ടത്തിലും അവർക്ക് കീഴടക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ RSSനെ പിന്തള്ളുന്നു, അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതു സംവിധാനങ്ങളെ തകർക്കുക, അതിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്ന് അവരുടെ അജണ്ട. ആ അജണ്ടയുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന, അതിൽ തന്നെ രാജ്യത്തിന് തന്നെ ലോകോത്തര നിലവാരം, രാജ്യത്തിനും പുറത്തും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ കടന്നു വന്ന് പഠിക്കുന്ന കേരള സർവകലാശാലയുടെ, കേരളത്തിലെ 14 സർവകലാശാല ആയിക്കൊള്ളട്ടെ, ഈ സർവകലാശാലയുടെ പുരോഗതി ഇല്ലാതാക്കുക, അതിന് അവിടുത്തെ ഭരണം സ്തംഭിക്കണം, അതിൻ്റെ മുന്നോട്ട് പോക്ക് സ്തംഭിക്കണം. ആ സ്തംഭനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയും. കേരള സർവകലാശാലയിൽ ഒരുപാട് വിദ്യാർത്ഥി വിഷയങ്ങൾ സോർട്ട് ചെയ്യപ്പെടുന്നില്ല. VC ദൈനംദിനമായി സർവകലാശാലയിലേക്ക് വരുന്നില്ല. കണ്ണൂരിൽ 2 ദിവസമാണ് VC വരുന്നത്. 2 ദിവസം ഒരു സർവകലാശാലയുടെ VC വന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ആ കുട്ടികൾക്ക് അവിടെ വേണ്ട സേവനങ്ങൾ, അവിടെ സർവകലാശാലയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെ മുന്നോട്ട് പോകും? ചോദ്യമല്ലേ. കുഹാസിൽ സമാനമായ പ്രശ്നം നിലനിൽക്കുന്നു. 2 സർവകലാശാലയുടെ ചുമതലയാണ് മോഹൻ കുന്നുമ്മലിനുള്ളത്. കുഹാസിലും സമാനമായി നമ്മുടെ MBBS കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ പരീക്ഷ നടത്തിപ്പ്, അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ കോഴ്സുമായി ബന്ധപ്പെട്ട്, അവരുടെ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ, ഒട്ടനവധി സമരം SFI ഏറ്റെടുത്തു. പക്ഷേ അവിടെ നിന്ന് സോർട്ട് ചെയ്യാൻ പോലും, അവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പോലും VC-മാരുണ്ടാവുന്നില്ല. മറ്റൊന്ന് KTU ആണ്. ഇയർ ഔട്ടുമായി ബന്ധപ്പെട്ട് SFI പ്രത്യക്ഷ സമരത്തിലാണ്.
ഇയർ ഔട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിലും സമരം നടത്തുമ്പോൾ വി സി ഇല്ല, വി സിക്ക് അത് തീരുമാനിക്കാനും കഴിയില്ല, അത്തരം ഒരു തീരുമാനത്തിന് തയ്യാറല്ല എന്നാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഗവർണർ നിയമിച്ചിട്ടുള്ള മുഴുവൻ വി സിമാരും യാതൊരുവിധ പുരോഗമനപരമായി അല്ലെങ്കിൽ സർവകലാശാലയുടെ മുന്നോട്ട് പോകുന്ന ഉതകുന്ന വിധത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല. ദൈനംദിനമായിട്ടുള്ള സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. അപ്പോൾ ദൈനംദിനമായ സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നതിന്റെ അർത്ഥം സർവകലാശാലകൾ ഇന്റേണലി തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേണലി തകർക്കുന്നത് എന്തിനാണ്? കേരളത്തിലെ യുവാക്കൾ ഈ നാട് വിട്ടു പോകണം, ബ്രെയിൻ ഡ്രെയിൻ നടക്കണം, ഇതാണ് ഉദ്ദേശം. ഇവിടെ നാട് വിട്ടു പോകണം, കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമാണെന്ന് സംഘപരിവാറിന് വരുത്തി തീർക്കണം. അങ്ങനെ വരുത്തി തീർത്താൽ അത് പൊതുവിൽ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ ഗതിക്കെതിരെയുള്ള ഒരു കാറ്റുവീശും, പൊതുവിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിനെതിരെയുള്ള, കേരളത്തിലെ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പ്രവർത്തനമാണ് അവർ സംഘടിപ്പിച്ചത്. ഇതൊരു വലിയ ഗൂഢാലോചനയുടേതാണ്. ഒരിക്കലും കേരളം പിടിച്ചടക്കാൻ കഴിയില്ല എന്ന RSSന്റെ തിരിച്ചറിവിൽ നിന്ന് കേരളം ആർജിച്ചെടുത്തിട്ടുള്ള പൊതുസംവിധാനങ്ങളുടെ തകർച്ച, ആ തകർച്ചയാണ് അവരുദ്ദേശിക്കുന്നത്. ആ തകർച്ചയിലേക്ക് വഴിമരുന്നിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ വി സിമാർ രാജിവെച്ചാൽ മതിയാവും. കാലിക്കറ്റ് വി സി രാജിവെക്കണം, കേരള വി സിയും രാജിവെക്കണം. ശക്തമായ സമരം ഉണ്ടാവും. ഇതിന് ഉതകുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരള വി സി നടത്തിയ ഒരു വിവാദമായിട്ടുള്ള ഒരു ഉത്തരവ്. ഒന്ന് രാജ്യദ്രോഹ പരിപാടികൾ നിയന്ത്രിക്കാൻ വേണ്ടി സമിതി രാജ്യദ്രോഹ പരിപാടി നടത്തിയെന്ന് പറഞ്ഞ് കേരള സർവകലാശാലയിലെ കുട്ടികൾക്ക് ഭീഷണി വി സി നടത്തിയതാണ്. കണ്ണൂർ വി സി നടത്തിയിട്ടുള്ള ഒന്ന് RSSകാരെ അധ്യാപകരായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്. അത് അവിടുത്തെ സിൻഡിക്കേറ്റ്, പിന്നീട് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് വി സിയുടെ ഉൾപ്പെടെയുള്ള വി സി ഉൾപ്പെടെ ഇരിക്കുന്ന യോഗത്തോടു കൂടി അത് തള്ളിക്കളയാണ് ചെയ്തത്. പിന്നെ മറ്റൊന്ന് നടന്നിട്ടുള്ളത് കണ്ണൂരിൽ തന്നെ രാജ്യദ്രോഹ പരിപാടികൾ നടത്തുന്നുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി സമിതി. അപ്പോൾ ഓരോ സ്ഥലത്തും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കാലിക്കറ്റിൽ എന്താണ് നടക്കുന്നത്? സമാനമായിട്ടുള്ള സ്ഥിതിയാണ്, മാർക്ക് ദാനമാണ്. വിക്ടോറിയ കോളേജിലെ KSU പ്രസിഡന്റിന് മാത്രമാണ് മാർക്ക് ദാനം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് ഇപ്പോ ഗവർണർക്കെതിരെ ചിലരൊക്കെ സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ തവണയൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്, ആദ്യം ഗവർണർ നൽകിയിട്ടുള്ള സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ രാജിവെച്ചിട്ട് വേണം അതിനെതിരെ സമരത്തിന് വരാൻ. ആദ്യം സ്വയം ബോധ്യപ്പെടണം ഞങ്ങൾ സമരരംഗത്താണ്. വെറുതെ ഒരു പിന്നെ ഈ കറുത്ത കൊടിയും കൊണ്ട് പുറത്തിറങ്ങിയാൽ പോരാ. കാവിക്കൊടി ഉയർത്തിപ്പിടിക്കുന്ന ഗവർണറെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് SFI ഇന്ന് തെരുവോരത്തുള്ളത്. അപ്പൊ അതിന് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന സമരരംഗത്ത് വരണ്ടെന്നല്ല, വരണം, എല്ലാവരും വരണം. പക്ഷെ അതിന് ആത്മാർത്ഥത ഉണ്ടാകണം. ഇപ്പോൾ കേരളയിൽ, കണ്ണൂരിൽ, ഈ പറഞ്ഞ കാലിക്കറ്റിൽ ഉൾപ്പെടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഇതേ ഗവർണർ നിയമിച്ച കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുണ്ട്, ലീഗുകാരായിട്ടുള്ളവരുണ്ട്. അവർ സ്വയം രാജിവെക്കണം, അതിന് തയ്യാറാവണം. കാരണം ഇത് ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ വൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഏതറ്റം വരെയും ചെന്ന് പോരാടാണ് SFI ഉദ്ദേശിക്കുന്നത്. നാളെ ആദ്യഘട്ട സമരമാണ്. ആദ്യഘട്ട സമരം എന്ന നിലയിൽ ഈ സർവകലാശാലകളിലേക്ക് മാർച്ച്, അടുത്ത ഘട്ടത്തിൽ KTU, കുഹാസ് ഉൾപ്പെടെയുള്ള സർവകലാശാലയിലേക്കായിരിക്കും മാർച്ച്. തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും SFI മാർച്ച് സംഘടിപ്പിക്കുക. കേന്ദ്ര സർക്കാർ ഓഫീസിൽ പ്രത്യേകിച്ച് ഗവർണർക്കെതിരെയുള്ള രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ SFI ആലോചിക്കുന്നുണ്ട്. ശക്തമായി ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയേ പറ്റൂ. ഈ ശക്തമായിട്ടുള്ള, ഇപ്പോൾ ഗവർണർ ഏറ്റവും അവസാനം നടപ്പിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ വേണം, സനാതനധർമ്മം പഠിപ്പിക്കണം. അപ്പോൾ അതിന് പുറമെ, സനാതനധർമ്മത്തിന് പുറമെ അവിടങ്ങളിലൊക്കെയും ഈ പറഞ്ഞതുപോലെ ഗോശാലകൾ പണിയണം. ഇങ്ങനെയൊക്കെയുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയാണ്. നമ്മളിതൊക്കെ കേൾക്കേണ്ടിയും കാണേണ്ടിയും വരുന്ന മനുഷ്യരായി തീരുകയാണ്. ഭരണഘടനാ പദവിയിലാണ് ആളുകൾ ഇരിക്കുന്നത്. നോക്കൂ, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ഈ നാട്ടിലെ 138 കോടി ജനതയുടെയും ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ 138 കോടി ജനതയുടെയും വിശ്വാസമാണ് അവരുടെ വിശ്വാസം. അപ്പൊ അതിന് വിഘാതമായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള സമരം. അപ്പോൾ അതിലൊരു പരാമർശം മാധ്യമങ്ങളുടെ വിമർശനമായി നടത്താനുള്ളത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു, മാതൃഭൂമി ചാനലിൽ ഈ SFI ഒരു ഭരണഘടന ഉയർത്തിപ്പിടിച്ചപ്പോൾ ഒരു മാതൃഭൂമിയിലെ ഒരു ആങ്കർ ചോദിക്കുന്നത് കേട്ടു, ഭരണഘടന എന്തിനാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും? എവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടാത്ത ഇടം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്? അങ്ങനൊരു ഇടമുണ്ടോ? ഭരണഘടനയ്ക്ക് വിഘാതമായാണ് ഇന്ന് ഇവർ പ്രവർത്തിക്കുന്നത്. അതിനെ വിമർശിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നില്ല. പലപ്പോഴും വാർത്തകൾ വിന്യസിക്കുന്നത് ഗവർണർ SFI പോരാട്ടം അല്ലെങ്കിൽ പോര്, ഗവർണർ SFI ഏറ്റുമുട്ടൽ. എന്താണ് SFIക്ക് ഇതിൽ? SFI ഏതെങ്കിലും വിധത്തിൽ SFIയുടെ ഏതെങ്കിലും പ്രവർത്തകനെ ആ നിലയിൽ ആക്രമിച്ചതിന്റെ പേരിൽ അല്ല. ഇതൊരു പൊതുവിഷയമാണ്. ആ പൊതുവിഷയത്തെ പൊതുവിഷയമായി അഡ്രസ് ചെയ്യണം.
ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതൊരു പൊതുവിഷയമാണ്. കേരളത്തെ ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. നമ്മളൊക്കെ പഠിച്ച സർവകലാശാലകളും കോളേജുകളും തകർക്കാനുള്ള ഒരു ഇടപെടലാണ്. നോക്കൂ, രാജ്യത്തെ ഏറ്റവും നിലവാരമുള്ള 4 സർവകലാശാലയുള്ള നാട് കൂടിയാണ് നമ്മുടെ നാട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ ആയിട്ടുള്ള 30 സർക്കാർ കോളേജുകളുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ നാട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കേരളത്തെ നോക്കിയാണ് ഇങ്ങനൊരു നിലപാട് സംഘപരിവാർ ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായി ഗവർണർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഗവർണർ പറയുന്നത് കേരളത്തിൽ വലിയ പ്രശ്നമാണ്, കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നു. നോക്കൂ, ആ ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. തുടർന്നുള്ള സമരം ഇവർ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല, ശക്തമായ നിലയിൽ തന്നെയായിരിക്കും ഞങ്ങൾ സമരം നടത്തുക. നാളെ ഞങ്ങൾ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് തുടങ്ങും. 10 മണിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരള, കണ്ണൂർ, MG, കാലിക്കറ്റ്. ഗവർണർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ നിലപാടുകൾക്കെതിരെയാണ്. അതിൽ തന്നെ ഞങ്ങൾ കേരളയിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേകമായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ VC രാജിവെക്കുക. ഇതാണ് പറയാനുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ കേരളയിലെ ഇപ്പോഴത്തെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇവരാരും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതല്ല. അത് രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ്, ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ്. പൂർണ്ണ പിന്തുണയാണ്. നിങ്ങൾ എന്തും ചെയ്തോളൂ എന്നുള്ളത്. നിങ്ങൾ എന്തും ചെയ്തോളൂ എന്നാണെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൈയും കെട്ടി നോക്കിയിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടേതായ നിലയിൽ അതിനെതിരെ പ്രതിഷേധിക്കും. കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിച്ചേ മതിയാകൂ. ഇത് പൊതുസ്വത്താണ്. അതിനെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ അനുവദിക്കില്ല. അത് പൊതുസ്വത്താണ്, എല്ലാവർക്കും പഠിക്കണം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ ജനിച്ചു വീണ ഒരു വിദ്യാർത്ഥി ഈ നാട് വിട്ടുപോയി പഠിക്കണം എന്നുള്ള അജണ്ട, അത് കേരളത്തെ നശിപ്പിക്കാനുള്ള അജണ്ടയാണ്. അത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അതിന് ഏതറ്റം വരെയും പോയി സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.